എന്താ കടുവ? ഇതോ? ഇതല്ല, ശരിക്ക് കടുവനെ കാണാൻ പോയാലോ? ഏത് ടൈഗർ? ദ മോസ്റ്റ് അഗ്രസീവ് മാൻ ഈറ്റിംഗ് ടൈഗർ, ദ റോയൽ ബംഗാൾ ടൈഗർ. സുന്ദർബൻ നാഷണൽ പാർക്കിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. കൊൽക്കത്തയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ റോഡ് മാർഗവും 1.5 മണിക്കൂർ ബോട്ടിലും യാത്ര ചെയ്യണം സുന്ദർബനിലെത്താൻ. അതുകൊണ്ട് തന്നെ താർ കൊൽക്കത്തയിൽ പാർക്ക് ചെയ്ത് സുന്ദർബൻ എക്കോ ടൂറിസത്തിൻ്റെ പാക്കേജ് ബുക്ക് ചെയ്താണ് ഞങ്ങൾ പോയത്. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഒരുപാട് മരങ്ങളും ചെടികളും ഒക്കെയാണ് അല്ലേ? എന്നാൽ സുന്ദർബൻ അങ്ങനെയല്ല. കണ്ടൽക്കാടുകൾ മാത്രമുള്ളൊരു ഫോറസ്റ്റാണ് സുന്ദർബൻ. ിലധികം ഐലൻഡുകളുണ്ട് സുന്ദർബനിൽ. അതിൽ ഏകദേശം 35% ഇന്ത്യയിലും ബാക്കി 65% ബംഗ്ലാദേശിലും ഉൾപ്പെടുന്നു. കടുവകൾ ജീവിക്കുന്ന ലോകത്തിലെ തന്നെ ഏക കണ്ടൽക്കാട്. ഇതിലെ വളരെ കുറച്ച് ഐലൻഡുകളിൽ മാത്രമേ ജനവാസമുള്ളൂ. മീൻപിടുത്തവും തേൻ ശേഖരണവുമൊക്കെയായി കാടിനെ ആശ്രയിച്ച് കഴിയുന്നവരാണ് ഇതിൽ ഭൂരിഭാഗവും. നമ്മളെപ്പോലുള്ള വിനോദസഞ്ചാരികൾ കാണുന്ന സൗന്ദര്യം മാത്രമല്ല സുന്ദർബൻ കാടുകൾക്കുള്ളത്. നരഭോജികളായ കടുവകളും ഇവിടുത്തെ സാൾട്ട് വാട്ടറിൽ ജീവിക്കുന്ന മുതലകളും കൊടും വിഷമുള്ള കിങ് കോബ്ര പോലുള്ള പാമ്പുകളും ഇതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സൈക്ലോണുകളും വെള്ളപ്പൊക്കവും ഒക്കെ ഇവിടുത്തുകാരുടെ ജീവിതം ദുഷ്കരമാക്കുന്നുണ്ട്.
ഒരു വർഷം 50-ലേറെ മനുഷ്യരെ ഇവിടുത്തെ കടുവകൾ കൊന്നു തിന്നുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത്. കണക്കിൽ ഉൾപ്പെടാത്ത മരണങ്ങൾ വേറെയുമുണ്ട്. ഇങ്ങനെ കടുവകൾ വിധവകളാക്കിയ സ്ത്രീകൾ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ വിധവാ പള്ളി എന്നു പേര് വന്ന ഒരു ട്രൈബൽ ഗ്രാമം തന്നെയുണ്ട് ഈ സുന്ദർബനിൽ. കാട്ടിൽ പോയി ജോലി ചെയ്ത് കടുവകൾക്കിരയാവില്ല എന്ന് തീരുമാനമെടുത്ത വിധവാ പള്ളിയിലെ ഒരു കൂട്ടം ആൾക്കാരാണ് ഞങ്ങൾക്ക് റിസോർട്ടിൽ ട്രൈബൽ ഡാൻസ് അവതരിപ്പിച്ചത്. സുന്ദർബൻ എക്കോ ടൂറിസം എന്ന് പറയുന്ന ഏജൻസിയാണ് ഞങ്ങൾക്ക് വേണ്ടി ഈ ടൂർ പാക്കേജ് അറേഞ്ച് ചെയ്തത്. നല്ല ഒരു സർവീസ് ആയിരുന്നു അവരുടേത്. എസ്പെഷ്യലി അവരുടെ ഫുഡ് ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ്, മീൻകറിയൊക്കെ ഇവിടെ കൂടുതൽ അസിനോ കൂടുതൽ മീൻ വിഭവങ്ങൾ കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ മീൻകറിയൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ അവരുടെ എല്ലാ സർവീസും നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു. 1 നൈറ്റും 2 ഡേയ്സും ഇൻക്ലൂഡ് ചെയ്ത പാക്കേജായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. 4000 രൂപയായിരുന്നു ഒരാൾക്ക് ചാർജ്, ഇൻക്ലൂഡിങ് ഫുഡ്, പിക്കിംഗ്. അതായത് നമ്മൾ കൊൽക്കട്ടയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കൊൽക്കട്ടയിൽ വന്ന് അവർ പിക്ക് ചെയ്യും. എവറിത്തിങ് ഇൻക്ലൂഡഡ് 4000 രൂപയായിരുന്നു ചാർജ്, ഹോട്ടൽ എവറിത്തിങ്.